യേശുവിനെ ക്ഷണിച്ചിരുന്നു, 2 യേശുവിൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ഞാൻ പറയാൻ വരുന്നൊരു പോയിൻ്റ്, ഇഫ് യു ഡോണ്ട് ഇൻവൈറ്റ് ജീസസ് ഇൻ ടു യുവർ ഫാമിലി ഹി വിൽ നോട്ട് കം. എപ്പോഴും ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം, ക്ഷണിക്കണം. ഇൻവൈറ്റ് ഹിം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നമ്മൾ ക്ഷണിച്ച് സ്വീകരിച്ചത് കൊണ്ടാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതും ഇന്ന് ഈ പറഞ്ഞ പോലെ നമ്മളെ ദൈവമക്കളാക്കി തീർത്തതും. ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും, ഓൺലൈനിൽ കേൾക്കുന്നവരായാലും ശരി, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അതിനുള്ളൊരു നല്ല അവസരമാണ്. എന്താണ് അവസരം? കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തു, ഹീ ഈസ് എ ജെൻ്റിൽമാൻ. വിതൗട്ട് ഇൻവിറ്റേഷൻ ഹീ വിൽ നെവർ കം. ഈ ക്ഷണിക്കപ്പെടാതെ വരുന്നൊരു അതിഥിയുണ്ട്. അതാരാണെന്നറിയാമോ? അവനെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നാണമില്ലാത്തവനാണ്, ഇടിച്ച് കയറി വരും. നമ്മൾ പറയാറില്ല, ഒരു മുറി കയറുമ്പോൾ നമ്മൾ നോക്ക് ചെയ്തിട്ടേ കയറാവും. ഈ മര്യാദയൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് പിശാച്. നമ്മൾ ആ പാർട്ടിയെ കയറ്റി വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ക്ഷണിക്കേണ്ടുന്നവനെ പലപ്പോഴും നമ്മൾ ക്ഷണിച്ച് അദ്ദേഹത്തെ ഇരുത്തേണ്ടടുത്ത് നമ്മൾ ഇരുത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആ സിംഹാസനത്തിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സിംഹാസനത്തിൽ കർത്താവിനെ നമ്മൾ പ്രതിഷ്ഠിക്കണം. അപ്പം യേശുവിനെ നമ്മൾ ക്ഷണിക്കണം. ക്ഷണിച്ചെങ്കിലേ യേശു വരത്തുള്ളൂ. 2, യേശു മാത്രം പോരാ. ഇന്ന് ഒത്തിരി പേര്, ഞാൻ ചില ക്രിസ്ത്യാനികളോട് അടുക്കുമ്പോൾ, ചില വിശ്വാസികളോട് അടുക്കുമ്പം അവർക്ക് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്, പക്ഷേ അവർക്ക് ആരുമായിട്ട് ബന്ധമില്ല? തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ബന്ധമില്ല. അപ്പം നിങ്ങൾ ചോദിക്കുക, ആരാ ഈ ശിഷ്യന്മാർ? അതാണ് ദൈവസഭ അല്ലേ? ഇന്ന് ഒത്തിരി പേര് പറയുന്നത്, ഞങ്ങൾക്ക് കർത്താവുണ്ട്, എൻ്റെ എല്ലാ വിഷയത്തിനും ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ മുട്ടുമുടക്കി കർത്താവിനോട് പറയും, എനിക്കെൻ്റെ കർത്താവേ ഉള്ളു ബ്രദറെ. പിന്നെ ആരാ ഉള്ളത്? സാമ്പാസ്റ്റർ വേണേ വന്നോ, വേറെ ആരും വരണ്ട. അങ്ങനെ കുറച്ച് പേരുമുണ്ട്. സഭയിലുള്ള മറ്റ് അംഗങ്ങളുമായിട്ടോ മറ്റ് കുടുംബങ്ങളായിട്ടോ വലിയ ബന്ധമാവില്ല. അത് ഈ കോവിഡാണ് അവർ കാരണമായിട്ട് പറയുന്നത്. അതിനൊരു കാരണം പറയുന്നത്, മക്കൾ കോവിഡ് സമയത്ത് പറഞ്ഞു ഒറ്റ ഒരുത്തിനെ വീട്ടിൽ കയറ്റി പോരുത്, കാരണം വെല്ലും വീണ് ചടഞ്ഞു വീണ് ചത്തുപോയ പേര് ഞങ്ങളെല്ലാം കൂടെ ഓടി വരണം. അതുകൊണ്ട് കുറച്ചാളും കൂടെ അവിടെ ജീവിച്ചിരിക്കണം. ഞങ്ങൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. മെനി പീപ്പിൾ ദേ വോണ്ട് ജീസസ് ബട്ട് ദേ ഡോണ്ട് വോണ്ട് ദ ചേർച്ച്. ഞാനത് വേദനയോടെ പറയുന്നത്. നമുക്ക് യേശുവിനെ വേണമെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെയും വേണം, അല്ലേ? യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് ദൈവസഭയാണ് പ്രിയപ്പെട്ടവരെ.